തിരികെ വാർത്തയിലേക്ക്. എം.ആർ. അജിത് കുമാറിനെതിരായ നടപടി ഒഴിവാക്കിയത് ഡിജിപി നൽകിയ റിപ്പോർട്ടിലെ ഗുരുതര പരാമർശം അവഗണിച്ച RSS കൂടിക്കാഴ്ചയിൽ ഗുരുതര പരാമർശങ്ങൾ ഡിജിപിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി. ഡിജിപിയുടെ അഭിപ്രായവും തേടിയില്ല. ഡിജിപി പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന സംശയമെന്നും ഡിജിപിയുടെ റിപ്പോർട്ടിലുണ്ട്. അതേസമയം നിയമസഭാ സമ്മേളനം നടക്കുന്നതിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി നിയമിക്കപ്പെട്ട മനോജ് എബ്രഹാം ഉടൻ ഇന്റലിജൻസ് ഒഴിയില്ല. വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, വലിയ പരാമർശങ്ങൾ, വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി, ഒരു സേഫായി അങ്ങ് മാറ്റി, വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, സേഫായി അങ്ങ് മാറ്റി അജിത് കുമാറിനെ എന്നാണ് വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉയരുന്നത്. ഏറ്റവും പ്രധാനമായി RSS കൂടിക്കാഴ്ചയിലടക്കം ഗുരുതര പരാമർശങ്ങൾ DGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതെന്ത് എന്ന് പറയുന്നില്ല. ഒരു സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി എന്നുള്ള വിമർശനം വലിയ തരത്തിൽ ഉയരുന്നു. എന്തൊക്കെയാണ് പ്രധാനമായും അറിയാൻ സാധിച്ചത്? ഭവ്യ, ഇപ്പോഴത്തെ നടപടി പോലും വിവാദമാവുകയാണ്. കാരണം എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള പരാമർശങ്ങൾ, അത് DGPയുടെ റിപ്പോർട്ടിൽ ഉള്ളത് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അത് എന്തിനു വേണ്ടി എന്നത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് എം.ആർ. അജിത് കുമാർ പറയുമ്പോഴും അത് എന്ത് കാര്യത്തിനായിരുന്നു, ഏത് കാര്യമാണ് ചർച്ച ചെയ്തത് തുടങ്ങിയ വിഷയങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സർവീസ് ചട്ട ലംഘനവുമാണ് ഈ തരത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ സ്വകാര്യമായി ഒരു സംഘടനയുടെ നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ കാണുക എന്നത് സർവീസ് ചട്ട ലംഘനമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ADGP തസ്തികയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സാധാരണ ഒരു നടപടിയായി മാറുന്നു. മറിച്ച് കൂടുതൽ നടപടിയോ ഈ ഉത്തരവിൽ തന്നെ കാര്യങ്ങൾ എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തിന് ഈ സ്ഥലമാറ്റം എന്ന കാര്യമോ വ്യക്തമാക്കുന്നില്ല. സാധാരണ നിലയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായാൽ, ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായാൽ അത് എന്ത് കാരണം കൊണ്ടാണെന്നത് ഈ ഉത്തരവിൽ വ്യക്തമാക്കും. പക്ഷേ എം.ആർ. അജിത് കുമാറിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ബറ്റാലിയൻ ADGP സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അധിക ചുമതലയാണ്, അവിടേക്ക് മാറ്റുന്നു എന്ന് മാത്രമാണ്. മനോജ് എബ്രഹാമിനെ ലോ ആൻഡ് ഓർഡർ ADGP-ആക്കി മാറ്റി നിയമിക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറത്തേക്ക് ആ റിപ്പോർട്ടിൽ പോലും ADGP ചെയ്ത തെറ്റെന്താണ്, അല്ലെങ്കിൽ ഏത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഉത്തരവിൽ പറയുന്നില്ല എന്നത് തന്നെയാണ്. അതായത് ADGP എം.ആർ. അജിത് കുമാറിനെ പരമാവധി ഡാമേജ് ഉണ്ടാകാത്ത തരത്തിൽ സംരക്ഷിക്കുന്നു എന്നത് തന്നെയാണ്. തീരെ ഗത്യന്തരമില്ലാത്തത് കൊണ്ട് മാത്രം സ്ഥലമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനപ്പുറത്തേക്ക് ഒരു നടപടി ഉണ്ടാകുമോ എന്നതും വ്യക്തമല്ല. ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് വിനോദ്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ നോവിക്കാതെ അങ്ങ് മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താമെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി വിനോദ് പറഞ്ഞതുപോലെ എന്തിനു മാറ്റി, എന്ത് നടപടി, എന്ത് കാര്യത്തിനാണ് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റുന്നത് എന്ന് പോലും ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. നോവിക്കാതെ മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിലയിരുത്തണമോ? അതായത് 2.5 മാസത്തിന് ശേഷം തിരിച്ച് ക്രമസമാധാന ചുമതലയിലേക്ക് തന്നെ അജിത് കുമാറിന് വരാനുള്ള കളമാണ് ഒരുങ്ങുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും എം.ആർ. അജിത് കുമാറിന് ഇനി എന്ത് നടപടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിൽ ഇനി എന്താണ് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇതുവരെ എന്തിനു വേണ്ടി മാറ്റി എന്ന ഒരു കാര്യം സർക്കാർ വിശദീകരിക്കുന്നില്ല, ഈ ഉത്തരവിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും നടപടി ഉടനെ അജിത് കുമാറിന് എതിരെ വരുമെന്ന് കരുതുക വയ്യ. നേരത്തെ വിജിലൻസിന്റെ തലപ്പത്ത് നിന്ന് മാറേണ്ടി വന്ന സാഹചര്യമുണ്ട്. അന്ന് സരിത്തിന്റെ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണ്, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ ഈ വിജിലൻസ് തലപ്പത്ത് നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റിയെങ്കിലും 3 മാസം കഴിയുമ്പോഴേക്കും അദ്ദേഹം അതിശക്തമായ പോസ്റ്റിലേക്ക് വരികയാണ്. ലോ ആൻഡ് ഓർഡർ ADGP എന്ന ശക്തമായ കസേരയിലേക്കാണ് അജിത് കുമാർ തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് പ്രിയപ്പെട്ട, മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട അജിത് കുമാർ ഇനി ഏത് തസ്തികയിൽ കുറച്ചു കാലം കഴിഞ്ഞ് വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ അജിത് കുമാറിനെ ഈ ഘട്ടത്തിൽ പോലും സംരക്ഷിക്കുന്ന ഒരു നിലയാണ്. LDF-ൽ തന്നെ വ്യക്തതയില്ല ഏത് കാര്യത്തിനാണ് അജിത് കുമാറിനെ ആ കസേരയിൽ നിന്ന് മാറ്റിയത് എന്നതിൽ പോലും വ്യക്തതയില്ല. AK ബാലന്റെ ഒരു പ്രതികരണം വന്നത് PV അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെന്നാണ്. അങ്ങനെയെങ്കിൽ PV അൻവർ നൽകിയ ആദ്യ പരാതിയിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പറയുന്നില്ല. നടത്തി, സ്വർണം തട്ടിയെടുത്തു, അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് PV അൻവർ നൽകിയ പരാതിയിലുള്ളത്. അതിലാണ് നടപടിയെടുത്തതെങ്കിൽ അക്കാര്യം സർക്കാർ വിശദീകരിക്കണം
ADGP കൊലപാതകം നടത്തിയോ, സ്വർണം തട്ടിയെടുത്തോ, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചോ എന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുണ്ട്. അക്കാര്യം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇനി അതല്ല, CPIയുടെ വാദമുണ്ട്. അവർ ഉന്നയിച്ച വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായി, സ്വാഗതം ചെയ്യുന്ന ഒരു അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് CPI ഉയർത്തിയത്. പക്ഷേ CPI അല്ല ആദ്യം ഈ വിഷയം ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവാണ് VD സതീശനാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആദ്യ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ്, RSS നേതാക്കളെ കണ്ടതിന്റെ പേരിലാണെങ്കിൽ അക്കാര്യം സർക്കാർ വിശദീകരിക്കണം. പക്ഷേ എന്തിന്റെ പേരിലാണ് അജിത് കുമാറിനെ ആ കസേരയിൽ നിന്ന് മാറ്റിയത് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിൽ ചട്ടലംഘനമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ഥലം മാറ്റം കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുമോ? അവിടെയാണ് ത്രിതല അന്വേഷണത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി എന്തിന് തിടുക്കപ്പെട്ട് മറ്റൊരു അന്വേഷണം, ഒരു അന്വേഷണമല്ല 3 അന്വേഷണങ്ങളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. 3 ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടുള്ള 3 അന്വേഷണം അദ്ദേഹം പ്രഖ്യാപിച്ചു. തിടുക്കപ്പെട്ട് ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന്റെ താല്പര്യം എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഭവ്യ, വിനോദ്, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു തിടുക്കപ്പെട്ട് നടത്തിയ ഒരു രാത്രിയോടുകൂടി സെക്രട്ടേറിയറ്റിൽ എത്തിയ മുഖ്യമന്ത്രി. അതിനുശേഷമുണ്ടായ ഒരു തീരുമാനമായിരുന്നത്, അതിനുശേഷമായിരുന്നു ഉത്തരവിറങ്ങിയതൊക്കെ നമുക്കറിയാം. സേഫായി മാറ്റിയതിൽ, വളരെ സേഫായി ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയതിൽ ഘടകകക്ഷികളുടെ ഒരു നിലപാട് എന്താണ്? ഘടകകക്ഷികൾ തൃപ്തരാണോ അല്ലെങ്കിൽ അവർക്ക് അതൃപ്തി ഉണ്ടോ? എന്താണ് അറിയാൻ സാധിച്ചത് വിനോദ്? ഘടകകക്ഷികളുടെ നിലപാട് ഇത്രയും വഷളാക്കേണ്ടതില്ലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഇതിനൊരു അന്വേഷണം പോലും വേണ്ടായിരുന്നു എന്ന കാര്യമാണ് RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇന്ന് പോലും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഇത് നേരത്തെ തന്നെ തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ഇത്രയും വഷള RSS കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ അതിൽ കൃത്യമായി കാരണം പോലും എന്ത് എന്ന് കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ എന്തിനാണ് ഇതുവരെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു നിർത്തിയത് എന്ന ചോദ്യമാണ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്നത്. ഘടകകക്ഷികൾക്ക് പോലും എതിർപ്പുണ്ട് ഇതുവരെ MR അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിയതിൽ. ഏതായിരുന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ അവരെല്ലാം സ്വാഗതം ചെയ്യുമ്പോഴും ഇതുവരെ എന്തിനു സംരക്ഷിച്ചു എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ്. ഭവ്യ, തീർച്ചയായും വ്യക്തമാണ്. VV വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.